തൃശൂർ അതിരപ്പള്ളിയിൽ പരക്കെ കാട്ടാന ആക്രമണം. ക്വാർട്ടേഴ്സിനും പള്ളിക്കും നേരെയാണ് ആക്രമണമുണ്ടായത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ TSR ക്വാർട്ടേഴ്സ്, വെറ്റിലപ്പാറ, സെന്റ് സെബാസ്റ്റ്യൻ പള്ളി എന്നിവിടങ്ങളിലാണ് ആക്രമണം. ക്വാർട്ടേഴ്സ് പൊളിച്ചകത്ത് കയറിയ ആന വീട്ടിലെ സാധനങ്ങൾ നശിപ്പിച്ചു. പള്ളിയിലെ മാതാവിന്റെ രൂപവും മുറികളും കാട്ടാനകൾ തകർത്തു. ഞങ്ങൾക്കിവിടെ ആനയുടെ ഭീഷണി കൊണ്ട് താമസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ എല്ലാ ലേബർ ലൈൻസുകളും കോർപ്പറേഷൻ പവർ ഫെൻസിങ് ഇട്ട് സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഇത്ര വീടുകൾക്ക് മാത്രം യാതൊരു സംരക്ഷണവും ഇല്ല. അതിന് കാരണം അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 2018 ഇതിൻ്റെ രണ്ട് സൈഡിലും ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിൽ 2 സ്ഥലത്ത് ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ താമസിക്കാൻ പാടില്ല, ഇവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടു. എന്നാൽ നമുക്ക് സൗകര്യപ്രദമായ രീതിയിൽ ഒരു ക്വാർട്ടേഴ്സ് നമുക്ക് അനുവദിച്ചു തന്നില്ല. നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ്, വലിയ ആക്രമണമാണ് ആനകൾ ഉണ്ടാക്കിയിരിക്കുന്നത്, വലിയ നാശനഷ്ടവും ഉണ്ടായിരിക്കുന്നു. എന്താണ് അവിടുത്തെ പ്രദേശവാസികളുടെ പരാതികൾ? ഇത് എന്തു ചെയ്യുമെന്നാണ് വനംവകുപ്പ് പറയുന്നത്? വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത്. പലപ്പോഴും അതിരപ്പള്ളിയിൽ ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇത് വലിയൊരു സംഘം കാട്ടാനകൾ എത്തിയാണ് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി എസ്റ്റേറ്റിലെ TSR ക്വാർട്ടേഴ്സിലാണ് ആനകളുടെ ആക്രമണം ഉണ്ടായത്. ക്വാർട്ടേഴ്സ് പൊളിച്ച് അകത്ത് കയറിയ ആനകൾ സാധനങ്ങളൊക്കെ തന്നെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ പ്രദേശം വലിയ രീതിയിൽ കാട്ടാന ഭീഷണി ഉള്ള പ്രദേശമാണ്. ഏതാണ്ട് 60-ലധികം കുടുംബങ്ങൾ നേരത്തെ തന്നെ ഈ പ്രദേശം വിട്ടു പോയിട്ടുള്ളതാണ്. ബാക്കി അവിടെ തുടർന്ന ആളുകൾക്കാണ് ഇപ്പോഴും ഈ ദുരിതമുള്ളത്. വെറ്റിലപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് നേരെയും ആക്രമണം ഉണ്ടായി. ആനക്കൂട്ടം വലിയ രീതിയിൽ പള്ളിയുടെ ഭാഗത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പള്ളിയുടെ പുറകുവശത്തെ ഗ്രില്ല് തകർത്ത് അകത്ത് കയറിയ കാട്ടാനക്കൂട്ടങ്ങൾ അവിടെയുള്ള വസ്തുവകകളൊക്കെ തന്നെ നശിപ്പിക്കുന്നതാണ് കണ്ടത്. എന്തായാലും അവിടെ മാതാവിൻ്റെ രൂപമൊക്കെ തന്നെ കാട്ടാനക്കൂട്ടം തകർത്തു എന്നാണ് പ്രദേശവാസികൾ നമ്മളോട് പറയുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള കാട്ടാന ആക്രമണമാണ് പ്രദേശത്തുണ്ടായത്. ഇത് കാട്ടാന ഇറങ്ങുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ വനം വകുപ്പിന് ഈ സ്ഥലത്തൊരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം നേരത്തെ തന്നെ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പല സ്ഥലത്തും ഫെൻസിംഗ് സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ കാട്ടാനകൾ കൂട്ടമായി ഇറങ്ങുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നിയന്ത്രണമൊന്നും ഫലവത്തല്ല എന്നുള്ളതാണ് കാര്യം. എന്തായാലും വലിയ പ്രതിഷേധം പ്രദേശത്തുണ്ട്. നേരത്തെ ആളുകൾ ഒഴിഞ്ഞുപോയ സ്ഥലമാണ്. ബാക്കിയുള്ള അവിടെയുള്ള കുടുംബങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. എന്തായാലും ഇവർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വനം വകുപ്പ് ഇനി എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് ഇനി അറിയേണ്ടത്.